മാംഗല്യം. രചന അവതരണം നന്ദു കൃഷ്ണ. ഇതിപ്പോ എന്താ ഇവിടെ നടന്നെന്നുള്ളൊരു വെപ്രാളത്തിലായിരുന്നു ആ നേരം ഹരി. കാരണം പെട്ടെന്നുള്ള അവളുടെ ആ പിടുത്തത്തിലും ഏങ്ങലടിച്ചുള്ള അവളുടെ കരച്ചിലിലും ശരിക്കും പറഞ്ഞാൽ ഹരി ആകെ ഞെട്ടിപ്പോയി. അവൾ അവിടെയുണ്ട് എന്നുപോലും അറിയാതെയാണ് അകത്തേക്ക് കയറി അവളെ കാണുമ്പോൾ അവൻ പെട്ടെന്ന് പെണ്ണിനെ മുന്നിൽ കണ്ടതിന്റെ വെപ്രാളത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവളെ കാണുമ്പോഴാണ് അവളന്ന് അവിടെ ഉണ്ടല്ലോ എന്നവൻ ഓർക്കുന്നത് തന്നെ. ആ ഒരു അന്താളിപ്പിൽ നിന്നുകൊണ്ടാണ് അവൻ അവളെ വിളിച്ചതും. പക്ഷെ പെണ്ണ് ഭയന്നുകൊണ്ട് കാറിക്കൂവിയതും മറ്റൊന്നും ആലോചിക്കാതെ ഓടി അവൾക്കടുത്തേക്ക് എത്തിയതാണ്. പക്ഷെ കാൽമുട്ടിൽ കൂനിക്കൂടി പുതപ്പും വെച്ച് മുഖം മറച്ച് നിൽക്കുന്നവളെ കണ്ടതും പെണ്ണ് പിന്നെയും പേടിച്ചു എന്ന് അവന് തോന്നി. അതിന്റെ ആവും ഭയന്നുകൊണ്ടുള്ള ഈ പിടുത്തം. ഹരിക്കെന്തോ വല്ലാത്ത പോലെയായി. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പിന്നിലേക്ക് മാറ്റാൻ അവൻ ശ്രമിച്ചെങ്കിലും അവളുടെ പിടുത്തത്തിന്റെ ആക്കം കൂടിയതല്ലാതെ അല്പം പോലും കുറഞ്ഞില്ല. അവൻ പിന്നെയും വല്ലാതെയായി. തന്റെ നെഞ്ചിനും വയറ്റിനും ഇടയിലായി മുഖം അമർത്തി വരിഞ്ഞു ചുറ്റിപോലെയാണ് പെണ്ണിന്റെ ഇപ്പോഴത്തെ പിടുത്തം. കൺമണി, ദേഷ്യത്തിനുമപ്പുറം വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവൻ അവളുടെ രണ്ട് തോളിലും പിടിച്ച് ഇത്തിരി ബലത്തിൽ പിന്നിലേക്കാക്കിയതും പെണ്ണ് ഞെട്ടിക്കൊണ്ടാണ് അവനെ നോക്കിയത്. കൺമണി, എന്താ കാര്യം? കരഞ്ഞുകൊണ്ട് ചുണ്ടും വിതുമ്പി നിൽക്കുന്നവളെ കണ്ടതും എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും അതൊക്കെ മറന്ന് അവൻ അവളോട് കാര്യം ചോദിച്ചു. പ്രേതം. പേടിച്ചുകൊണ്ട് വിതുമ്പി പറഞ്ഞവൾ തല അവന്റെ വയറ്റിലേക്ക് മുട്ടിച്ച് പിന്നെയും അവനെ വട്ടം ചുറ്റി. എന്താ? താൻ കേട്ടത് തന്നെയാണോ അവൾ പറഞ്ഞത് എന്നുള്ളൊരു അങ്കലാപ്പിൽ ഞെട്ടിക്കൊണ്ട് അവളുടെ തോളിൽ പിടിച്ചൊന്ന് കുലുക്കി ഹരി വീണ്ടും ചോദിച്ചു. ഈ മുറിയിൽ പ്രേതമുണ്ട്. വല്ലാത്തൊരു ഭയത്തിൽ അവൾ അങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചതും ദേഷ്യത്തിനപ്പുറം ഹരിക്ക് ചിരിയായിരുന്നു വന്നത്. പ്രേതമോ? എവിടെ? എത്ര ചിരിക്കേണ്ടെന്ന് വെച്ചിട്ടും വന്ന ചിരി മായാതെ ഹരി അവളെ പിടിച്ചു മാറ്റി അല്പം മാറി നിന്നുകൊണ്ട് ചോദിച്ചു. ഇവിടെ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് പൊന്നിന്റെ അച്ഛ. അവന്റെ മുഖത്ത് നോക്കാതെ ചൂണ്ടുവിരൽ കൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ കാണിക്കുന്നത് കണ്ടതും ഹരി പിന്നെയും ഉറക്കെ ചിരിച്ചു. പ്രേതം? അതും ഇവിടെ? അവൻ തൊട്ടപ്പുറത്തെ മേശയിൽ ചാരി നിന്നുകൊണ്ട് ചിരിച്ചതും പെണ്ണ് ദേഷ്യത്തിൽ അവനെ നോക്കി. ചിരിക്കണ്ട, പ്രേതമുണ്ട്. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ ശരിയാ, പ്രേതമുണ്ട്. ഹരി നാവുകൊണ്ട് കവിളൊന്നൊഴിഞ്ഞ് തലയാട്ടി പറഞ്ഞതും ദേഷ്യപ്പെട്ട് നിന്നവൾ പേടിച്ച് ചുറ്റും നോക്കുന്ന കണ്ടു. പൊന്നിന്റെ അച്ഛൻ അറിയാമോ? പേടിച്ചുകൊണ്ട് വിളറി അവൾ ചോദിച്ചു. പിന്നെ എനിക്ക് നന്നായിട്ടറിയാം. അവൻ ചിരി മാക്സിമം മുഖത്ത് വരുത്താതെ തലയാട്ടിയതും അവൾ നിന്നിടത്ത് നിന്നും വേഗം അവൻ അടുക്കലേക്ക് ചെന്നു. കണ്ടിട്ടുണ്ടോ? കളിയാക്കിയാണ് അവൻ ചിരിക്കുന്നത് എന്നുപോലും മനസ്സിലാക്കാതെ പെണ്ണ് പേടിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അവൻ അത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അവൾ അവന്റെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. എനിക്ക് അമ്മയുടെ അടുത്ത് പോണം. വിതുമ്പുന്ന ചുണ്ടാലെ അവൾ പറഞ്ഞതും അവന്റെ കണ്ണൊന്നു കുറുകി. സീതമ്മയുടെ അടുത്ത് പോണം. അപ്പോഴേക്കും പിന്നെയും കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊരു പൊട്ടിക്കാളി പകലൊക്കെ ജാടയും വേലയും കാണിച്ച് നടക്കുമ്പോൾ ആരെങ്കിലും അറിഞ്ഞു ഇത്രയും വലിയൊരു പേടിച്ചു തൂറിയാണെന്ന്? എനിക്ക് ഇവിടെ വേണ്ട, അപ്പുറത്ത് പോണം. പെണ്ണ് പിന്നെയും കരയാൻ തുടങ്ങി. അയ്യോ, അതൊന്നും പറ്റത്തില്ല, പ്രേതം സമ്മതിക്കത്തില്ല. എനിക്ക് പോണം, പോകുമ്പോ ഞാൻ മോളെയും കൊണ്ടുപോകും. പെണ്ണിനെ കരയിക്കുന്ന രസത്തിൽ നിന്നവൻ പെട്ടെന്ന് അത് കേട്ട് അവളെ നോക്കി. മോളെയോ? അതൊന്നും പറ്റില്ല, മോളെ എന്തിനാ കൊണ്ടുപോകുന്നേ? അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. പോവും, എന്റെ മോളെ പ്രേതമുള്ള വീട്ടിൽ നിർത്താൻ പറ്റില്ല. അതുവരെ കണ്ണു പരുതിയും പേടിച്ചും വിതുമ്പി നിന്നവൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ഭദ്രകാളിയായി മാറിയത്. ആ മാറ്റം കണ്ടതും ഹരി അത്ഭുതത്തോടെ ആ മുഖത്തേക്ക് നോക്കി. അതൊക്കെ പറ്റും, മോൾക്ക് ആ പ്രേതത്തിൽ നല്ല പരിചയമുണ്ട്. അവര് തമ്മിൽ നല്ല കോട്ട ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പറഞ്ഞുകൊണ്ട് ഹരി അവൾക്കടുത്തേക്ക് ചെന്നു. ആ നേരം വരെ കരഞ്ഞുകൊണ്ടോ ഭയന്നുകൊണ്ടോ എന്നറിയില്ല, സ്വതവേ വെളുത്ത അവളുടെ മുഖം ആകെ കേറി ചുവന്നിരുന്നു. മൂക്കിൻ തുമ്പും കവളും ചെവിയുമെല്ലാം ചെന്താമര പോലെ ചുവപ്പ് പടർന്നു. പൊന്നിന്റെ അച്ഛൻ നുണ പറയുക. അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അല്ല, സത്യം, നിന്റെ പൊന്നും ഈ പ്രേതവും തമ്മിൽ നല്ല കൂട്ടാണ്. ഏതാണ്ട് ഒക്കെ പറഞ്ഞാൽ നിനക്കറിയാമായിരിക്കും ആ പ്രേതത്തെ. പ്രേതത്തെയോ? എനിക്കോ? അതുവരെ അരിശം മുറ്റി നിന്നവൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ആട്ടിൻകുട്ടിയെ പോലെ പതുങ്ങിയത്.
നീ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. പൊന്നിന്റെ അച്ഛൻ പോയെ, എന്നെ വെറുതെ പേടിപ്പിക്കാൻ പറയല്ലേ ഇതൊക്കെ. അവന്റെ നിഴലിൽ നിന്ന് പോലും മായാതെ ചുറ്റും നോക്കിക്കൊണ്ട് പേടിച്ച് വീണ്ടും അവന്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി പെണ്ണ്. ഹരി അവളെ തോളിൽ പിടിച്ച് മുന്നിലേക്ക് ചരിച്ചു. പെട്ടെന്നുള്ള പിടുത്തത്തിൽ വീഴാൻ പോയവളെ അവൻ പിടിച്ച് നേരെ നിർത്തി. ആദ്യം ഒന്ന് പകച്ചുപോയെങ്കിലും പിന്നെ ദേഷ്യത്തിൽ മണിക്കുട്ടി അവനെ നോക്കി. എന്റെ മുഖത്ത് നോക്കി ഉണ്ടക്കണ്ണ് പരത്താതെ നേരെ നോക്കടി. അവൻ ഇത്തിരി ഒച്ചയെടുത്തു പറഞ്ഞതും അവൾ അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് കണ്ണുപായിച്ചു. എന്താ കാണുന്നേ? അലമാരി. അവളുടെ കണ്ണുകൾ പരന്നത് അലമാരിയിലാണെന്ന് കണ്ടതും അവൻ പല്ല് കടിച്ചു. അലമാരിയിൽ നോക്കാതെ മുന്നിലേക്ക് നോക്കടി, എന്താ കാണുന്നേ? പെണ്ണിന്റെ കണ്ണ് ഒട്ടിപ്പിടിച്ച പോലെ മുന്നിലെ കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തിലേക്ക് പതിഞ്ഞു. അറിയാതെ ഒരു ശ്വാസം തള്ളിച്ച അവനിലുണ്ടായി അത് കണ്ടതും. അതുവരെ ഇല്ലാതിരുന്നൊരു വിറയൽ പെണ്ണിലൂടെ പാഞ്ഞത് പക്ഷെ ആ നേരം ഹരി അറിഞ്ഞില്ല. അവളെ ഒന്നുകൂടി തോളിൽ പിടിച്ച് നേരെ നിർത്തി ഹരി മുന്നിലേക്ക് ചൂണ്ടിയതും നേരെ കാണുന്ന കണ്ണാടിയിൽ അവളെയും തൊട്ടു പിന്നിൽ തന്റെ തലയിൽ നിന്നും പിന്നെയും കുറെ ഉയരമുള്ളവനെയും അവൾ ആ നേരം കണ്ടു. എന്താ ഇപ്പം മുന്നിൽ? കണ്ണാടി. താൻ പറയും തന്നെയാണോ അവൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാതെ പെണ്ണ് ഒരൽപ്പം പരിഭ്രമത്തിൽ പറഞ്ഞു. ഹോ, സമാധാനം. അവൻ കളിയാക്കിയതും പെണ്ണിന്റെ ചുണ്ടൊന്ന് കൂർത്തു. ഇനി അതിൽ എന്താ കാണുന്നതെന്നൊന്ന് അമ്മ മഹാറാണിക്ക് പറയാൻ പറ്റുമോ? അവളുടെ മുഖം വീർപ്പിക്കൽ കണ്ടെങ്കിലും ശ്രദ്ധിക്കാത്ത പോലെ നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. അതിപ്പോ പൊന്നിന്റെ അച്ഛനും കണ്ടുകൂടി? പരിഭവം പോലെയായി അവളുടെ ശബ്ദം. ഞാൻ കാണുന്നത് പോകട്ടെ, നീ എന്താ കാണുന്നതെന്ന് പറ പെണ്ണേ. അവള് അവനെ ഒന്നുകൂടി നോക്കി. ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ അറിയാം തന്നെ കൊണ്ട് പറയിച്ചേ പറ്റുമെന്ന്. ഓമനൻ. ദേഷ്യത്തിൽ ഒന്ന് ഞൊടിഞ്ഞുകൊണ്ട് പെണ്ണ് കണ്ണാടിയിലേക്ക് നോക്കി. ഞാനും പൊന്നിന്റെ അച്ഛനും. അവള് അലസമായി പറഞ്ഞുകൊണ്ട് കണ്ണാടിയിലൂടെ അവനെ ഒന്ന് നോക്കി. അയ്യോ, ഇത് ഞാനും പൊന്നിന്റെ അച്ഛനുമല്ല. അവൾ പറയുന്നത് കേട്ട് ചാടിക്കയറി പറയുന്നതിനെ പെണ്ണ് സംശയത്തോടെ നോക്കി. പിന്നെ ആരാ അത്? അവൾ മുന്നിലെ കണ്ണാടിയിലേക്ക് ചൂണ്ടി അവനോടൊന്ന് ചോദിച്ചു. ഇത് പൊന്നിന്റെ അച്ഛനും. അവൻ ചൂണ്ടുവിരൽ തനിക്ക് നേരെ ചൂണ്ടി. പിന്നെ ഇത്. അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയതും ബാക്കി എന്താണ് അവൻ പറയുന്നത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ പെണ്ണ് അവനെ തുറിച്ചു നോക്കി. ഇത് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന എന്റെ കുഞ്ഞിന്റെ ഒരേ ഒരു ഫ്രണ്ടും. അവൻ അവളെ ചൂണ്ടി പറഞ്ഞതും എത്രയൊക്കെ ഗൗരവം കാണിക്കണമെന്ന് വെച്ചിട്ടും പറ്റാത്ത പോലെ ഹരി ഉറക്കെ ചിരിച്ചു പോയിരുന്നു. അത് കണ്ടതും മണിക്കുട്ടിക്ക് ആകെ അങ്ങ് വിറഞ്ഞു കയറി. ഒന്നാമത് പേടി കൊണ്ട് കൈയും കാലും വിറച്ചിട്ട് വയ്യ. ഒപ്പം ചുറ്റും കേൾക്കുന്ന പോലെ പല ശബ്ദവും ചെവിയിലേക്ക് മുഴങ്ങുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെ ഒരാളുടെ കളിയാക്കൽ. പിന്നെ ദേഷ്യത്തിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ അവളുടെ കയ്യിലൊന്നും മെല്ലെ തല്ലി. പക്ഷെ അവളുടെ ആ തല്ല് ഹരി അറിഞ്ഞില്ല. അവളെ കളിയാക്കി ചിരിക്കുന്നതിനിടയിൽ കുറച്ചു മുന്നേ വരെ ഉണ്ടായിരുന്ന അവന്റെ വിഷമങ്ങൾ അകന്നതോ അവളെ പ്രതി മനസ്സിലുണ്ടായിരുന്ന 1000 ആശങ്കകൾ മാറുന്ന ഒന്നും ആ നിമിഷം അവൻ അറിഞ്ഞില്ല. പെണ്ണ് ദേഷിച്ചുകൊണ്ട് ഒന്നും കൂടി അവന്റെ കൈപ്പത്തി കൊടുത്തുകൊണ്ട് പിന്തിരിഞ്ഞു നടന്നതും കുറച്ചു മുന്നേ കേട്ടുകൊണ്ടിരുന്ന ചീവീന്റെ ശബ്ദം അവൾ പിന്നെയും കേട്ടു. മുന്നിലേക്ക് എത്ര വാശിയോടെയാണ് നടന്നത് അതിലും വേഗത്തിൽ അവൾ വന്നവന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്തു പറ്റി? വീരശൂര പരാക്രമിയുടെ ധൈര്യമൊക്കെ അങ്ങ് തീർന്നു പോയോ? അപ്പോഴേക്കും അവളുടെ കണ്ണ് പിന്നെയും നിറയുന്നു എന്ന് കണ്ടതും ഹരി ചിരി ഒതുക്കി. പിന്നെ സമാധാനത്തിൽ അവളെ നോക്കി മെല്ലെ പറഞ്ഞു. ഇവിടെ പ്രേതവും നീ കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചുമ്മാ. ഉണ്ട്, ഞാൻ കേട്ടതാ. പെണ്ണ് പേടിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു പറഞ്ഞതും ഹരി അവൾ പിടിച്ചിരുന്ന കയ്യിലേക്ക് നോക്കി, പിന്നെ അവളുടെ മുഖത്തേക്കും. എന്റെ കൺമണി, അത് പ്രേതമൊന്നുമല്ല, ചീവീടിന്റെ ശബ്ദമാണ് കൊച്ചേ. ഒന്നുമില്ലേലും ഡിഗ്രി വരെ എത്തിയ പെണ്ണല്ലേടി നീ. എന്നിട്ടാ ഇങ്ങനെ? ഇതിലും ധൈര്യമുണ്ടല്ലോടി എന്റെ മോൾക്ക്. അവൻ ഇത്തിരി കടുപ്പിച്ചു പറഞ്ഞതും പെണ്ണ് അവനെ നോക്കി. പുരികം മാത്രം പൊക്കി ഹരി ചോദിച്ചു. പ്രേതത്തിനറിയില്ലല്ലോ എനിക്ക് ഡിഗ്രി ഉണ്ട്, എന്റെ അടുത്ത് വരരുതെന്ന്. ചുണ്ടും കൂർപ്പിച്ച് പദം പറയുന്നവളെ നോക്കി ഹരി ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. ഇനിയിപ്പോ അവളോട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി ഹരി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിയതും അവൾ അവന്റെ കൈത്തണ്ടയിലെ പിടിമുറുക്കി. ഞാൻ എവിടെയും പോകുന്നില്ല കൺമണി, നീ എന്റെ കൈ വിട്ടേ. അവളുടെ സാമീപ്യവും തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലുള്ള പിടുത്തവും ഹരിയെ അപ്പോഴേക്കും അസ്വസ്ഥനാക്കാൻ തുടങ്ങിയിരുന്നു.
ഞാൻ വിടില്ല. പ്രേ അവള് ബാക്കി പറയും മുന്നേ തന്നെ അവന്റെ കടുപ്പിച്ചൊരു നോട്ടം അവൾക്ക് കിട്ടി. ആ മിഴികൾ പിന്നെയും നിറഞ്ഞു. ചുണ്ടുകൾ വിതുമ്പി. പറയാൻ വന്നത് അത്രയും അടക്കിക്കൊണ്ട് അവൻ മെല്ലെ അടുക്കളയുടെ ഭാഗത്തേക്ക് ചെന്നതും അവിടെ ഇരുട്ട് കണ്ട് അവളുടെ പിടുത്തം കൈത്തണ്ടയിൽ നിന്ന് നേരെ കൈത്തുടിയിലേക്ക് മാറി. ഒപ്പം ഇത്തിരി മാറി നിന്നവൾ പൂർണ്ണമായും അവന്റെ തോളിലേക്ക് മുഖം അമർത്തി. കൺമണി, ഇച്ചിരി ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് അവളെ മാറ്റാൻ നോക്കിയെങ്കിലും പെണ്ണിന്റെ പിടുത്തം ഒരു തരത്തിലും അയഞ്ഞില്ല. മറ്റൊന്നും ചെയ്യാൻ വയ്യാതെ അവൾ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ലൈറ്റിട്ടു. വെട്ടം വന്നു പെണ്ണെ, കണ്ണു തുറന്ന് നോക്ക് നീ. അവന്റെ ദേഷ്യം അറിഞ്ഞ പോലെ പെണ്ണ് കണ്ണു തുറന്നതും വെളിച്ചം കണ്ട് അവൾ അവനെ വിട്ട് പിന്നിലേക്ക് മാറി. ഹാളിലും അടുക്കളയിലുമൊക്കെ വെട്ടം കണ്ടതിന്റെ ഒരു വെട്ടം അവളുടെ മുഖത്തായിരുന്നു എന്ന് തോന്നി അവന്. പൊന്നിന്റെ അച്ഛൻ എന്തു നോക്കുക? കുറച്ചു നേരമായി അവൻ ഫ്രിഡ്ജിൽ തിരയുന്ന കണ്ടതും പെണ്ണ് കയറി ചോദിച്ചു. ഞാനേ ഇതിലൊരു ആറ്റം ബോംബ് തിരയുകയാണ്. എന്താ, വേണോ നിനക്ക്? അവൻ ചോദിച്ചതും അവൾ അവനെ മുഖം ചൊളിച്ചു നോക്കി. ഒന്നാമത് വിശന്നിട്ട് വയ്യ. ഫ്രിഡ്ജിലാണെങ്കിൽ സാധാരണ ഫ്രൂട്ട്സ് കാണുന്നതാണ്. അതും കൂടി ഇന്നില്ലെന്ന് കണ്ടതും ഹരിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതാണ് അവളുടെ പുറത്തു കൊട്ടി തീർത്തതും അവൻ. ആഹാ, പൊന്നിന്റെ അച്ഛൻ ആറ്റം ബോംബ് ഫ്രിഡ്ജിലാണോ കൊണ്ടുവെക്കുന്നത്? സോറി, ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അവന്റെ ആ പറച്ചിലിൽ ദേഷ്യം വന്ന അവളും ആ നിമിഷം അവൻ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ സംസാരിച്ചു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.